മനുഷ്യനും മനുഷ്യൻ്റെ കണ്ടുപിടുത്തങ്ങളുമെല്ലാം ഒരു അത്ഭുതമാണല്ലേ. മനുഷ്യൻ്റെ അത്ര ബുദ്ധിശക്തിയുള്ള, പരസ്പരം വളരെ എളുപ്പത്തിൽ കാര്യങ്ങൾ ആശയവിനിമയം നടത്തുന്ന, ടെക്നിക്കലി ഇത്ര അഡ്വാൻസ്ഡ് ആയ ഒരു ജീവി ഭൂമിയിൽ വേറെയില്ല. മറ്റുള്ള ജീവികളെ അപേക്ഷിച്ച് മനുഷ്യനുള്ള ബുദ്ധിയും വളരെ വേഗം ആശയവിനിമയം നടത്താനുള്ള അവൻ്റെ കഴിവുമാണ് മറ്റുള്ള ജീവികളിൽ നിന്നും ഏറെ അവനെ വ്യത്യസ്തനാക്കുന്നതും മുൻപന്തിയിൽ അവനെ നിർത്തുന്നതും. ഒരു മനുഷ്യൻ്റെ ബുദ്ധിശക്തിയെ നാം കണക്ക് കൂട്ടുന്നത് ആ വ്യക്തിയുടെ ഇൻ്റലിജൻസ് കോഷ്യൻറ്റ് അഥവാ IQ-വിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. IQ ആണ് മാനുഷിക ബുദ്ധിയുടെ അളവുകോൽ എന്നും പറയാം. ഇതിനെ അടിസ്ഥാനപ്പെടുത്തി ലോകത്തിലെ ഏറ്റവും കൂടുതൽ IQ സ്കോറുള്ള വ്യക്തിയാണ് യാങ് ഹൂൺ കിം. ദക്ഷിണ കൊറിയൻ ശാസ്ത്രജ്ഞനായ യാങ് ഹൂൺ കിം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പങ്കുവച്ച ഒരു പോസ്റ്റ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുകയാണ്. തൻ്റെ പോസ്റ്റിൽ കിം ഇങ്ങനെ കുറിച്ചു: "As the world's highest IQ record holder, I believe that Jesus Christ is God, the way and the truth and the life." ലോകത്തിലെ ഏറ്റവും ഉയർന്ന IQ റെക്കോർഡ് ഉടമ എന്ന നിലയിൽ യേശുക്രിസ്തു ദൈവവും വഴിയും സത്യവും ജീവനുമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്. ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച, അതായത് ജൂൺ 17-നാണ് അദ്ദേഹം ഇത് ഷെയർ ചെയ്യുന്നത്. നോക്കണേ, ലോകം ബുദ്ധിയുണ്ടെന്ന് അഹങ്കരിച്ച് ദൈവത്തെ മാറ്റി നിർത്താൻ ആവശ്യപ്പെടുമ്പോൾ നേട്ടങ്ങളുടെ നെറുകയിൽ നിൽക്കുന്ന ലോകത്തിലെ ഏറ്റവും ബുദ്ധിമാനെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു മനുഷ്യൻ തൻ്റെ വിശ്വാസം യാതൊരു മടിയും കൂടാതെ ഏറ്റുപറയുന്നു. ഞാൻ ഈ വാർത്ത കണ്ടപ്പോൾ ആദ്യം തിരഞ്ഞത് ഹൂ ഇസ് ദി പേഴ്സൺ വിത്ത് ദി ഹയസ്റ്റ് IQ ഇൻ ദി വേൾഡ് എന്നായിരുന്നു. അപ്പോൾ വന്നത് സ്ക്രീനിൽ നിങ്ങൾ കാണുന്ന പോലെ 4 പേരുടെ പേരാണ്. അതിൽ ഏറ്റവും ആദ്യത്തേത് 276 സ്കോറോടുകൂടി യാങ് ഹൂൺ കിം ആയിരുന്നു. ഒഫീഷ്യൽ വേൾഡ് റെക്കോർഡ്, ഗിഗ സൊസൈറ്റി, മെൻസ, വേൾഡ് മെമ്മറി ചാമ്പ്യൻഷിപ്സ്, ഗിന്നസ് വേൾഡ് റെക്കോർഡുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന വേൾഡ് മെമ്മറി സ്പോർട്സ് കൗൺസിൽ തുടങ്ങി സംഘടനകളാണ് ലോകത്തിലെ ഏറ്റവും ഉയർന്ന IQ റെക്കോർഡ് ഉടമ എന്ന പദവിക്ക് യാങ് ഹൂൺ കിമ്മിനെ തിരഞ്ഞെടുത്തത്. ലോകം അതിനിഷ്ടമുള്ള കഥ പറയുമ്പോൾ, അത് പ്രചരിപ്പിക്കുമ്പോൾ സത്യം അത് എത്ര മൂടി വെച്ചാലും പുറത്തു വരും. മറ്റൊരു കാര്യമുള്ളത്, ഈ പോസ്റ്റിന് ഇത്രയേറെ ജനശ്രദ്ധ ലഭിച്ചപ്പോൾ അദ്ദേഹം ഒരു കാര്യം കൂടി പങ്കുവച്ചു: "I will use this opportunity to lead many souls to God." ഈ അവസരം ഉപയോഗിച്ച് നിരവധി ആത്മാക്കളെ ദൈവത്തിലേക്ക് നയിക്കുമെന്ന്. നമുക്കറിയാം, ഒരാൾ തൻ്റെ അഭിപ്രായം പങ്കുവെച്ചാൽ അതിന് പോസിറ്റീവ് കമൻറ്റുകൾ മാത്രമല്ല, ഒട്ടേറെ വിമർശനങ്ങളും വരും. അതിനെ ഒന്നും വകവയ്ക്കാതെ തൻ്റെ ദൈവത്തിലുള്ള ആ വിശ്വാസം ലോകത്തിന് മുൻപിൽ പരസ്യമായി പ്രഖ്യാപിക്കുകയാണ് ഈ മനുഷ്യൻ. ചിലരെങ്കിലും ഇപ്പോൾ ചോദിച്ചേക്കാം, ഇതിലൊരു ലോജിക്കൊക്കെ വേണ്ടേന്ന്. തൻ്റെ പോസ്റ്റിനടിയിൽ വന്ന ഒരു കമൻറ്റിന് യാങ് ഹൂൺ കിം നൽകിയ മറുപടി "ആമേൻ, ക്രൈസ്റ്റ് ഈസ് മൈ ലോജിക്" എന്നായിരുന്നു. യാങ് ഹൂൺ കിമ്മിനെ കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ, ദക്ഷിണ കൊറിയൻ സർക്കാരിൻ്റെ പിന്തുണയുള്ള സംഘടനയായ ന്യൂറോ സ്റ്റോറിയുടെ സ്ഥാപകനും CEOയുമാണ് അദ്ദേഹം. അതുപോലെ യുണൈറ്റഡ് സിഗ്മ ഇൻ്റലിജൻസ് അസോസിയേഷൻ സ്ഥാപിച്ച അദ്ദേഹം ശാസ്ത്രീയ പുരോഗതി പ്രോത്സാഹിപ്പിക്കുന്ന ലൈഫ് ബോട്ട് ഫൗണ്ടേഷൻ്റെ ബോർഡിലും അംഗമാണ്. ഇത്രയേറെ ബഹുമതികളിൽ നിൽക്കുമ്പോഴും ദൈവത്തെ മുറുകെ പിടിച്ചൊരു മനുഷ്യൻ, ദൈവത്തെ വഴിയും സത്യവും ജീവനുമായി തിരിച്ചറിഞ്ഞ മനുഷ്യൻ. നമ്മളെല്ലാവരും പലപ്പോഴും മറന്നു പോകുന്നൊരു കാര്യമുണ്ട്. നമ്മുടെ പരിമിത ബുദ്ധി, ഹ്യൂമൻ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ, ദൈവിക ബുദ്ധിയുടെ ജ്ഞാനത്തിൻ്റെ ഒരു പ്രതിഫലനമാണ്. അതുകൊണ്ട് ശരിക്കും മനുഷ്യബുദ്ധിയിലൂടെ ദൈവത്തെ കണ്ടെത്താനാകും. ബുദ്ധി കൂടുമ്പോൾ ദൈവത്തിൽ നിന്ന് അകലുകയല്ല, ബുദ്ധി ശരിക്കും കൂടുമ്പോൾ ദൈവത്തോട് അടുക്കുകയാണ് എന്ന് ഇതുപോലുള്ള മനുഷ്യരുടെ സാക്ഷ്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഇത്തിരി ബുദ്ധിയുടെ ഇത്തിരി വെട്ടത്തിൽ നിന്നുകൊണ്ട് ദൈവനിഷേധത്തിൻ്റെ വാദം ഉയർത്തുമ്പോൾ നമ്മുടെ ബുദ്ധി വളരെ ലിമിറ്റഡായി എന്നാണ് അതിനർത്ഥം. ഇൻ്റലിജൻസ് വർദ്ധിക്കുന്നതനുസരിച്ച് ഒരു സൂപ്പർ ഇൻ്റലിജൻസിന് വേണ്ടിയിട്ടുള്ള ഒരു നീഡ്, അതായത് നമ്മുടെ ഇൻ്റലിജൻസ് വർദ്ധിക്കുന്നതനുസരിച്ച് there should be a super intelligence. ഇതിൻ്റെയൊക്കെ പിന്നിൽ ഒരു സൂപ്പർ ഇൻ്റലിജൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളത് ഒരു ലോജിക്കൽ മസ്റ്റാണല്ലോ, ഒരു ലോജിക്കൽ ആവശ്യമാണല്ലോ. ഇതേ ലോജിക്കാണ് ക്രിസ്തുവാണ് തൻ്റെ ലോജിക് എന്ന് യാങ് ഹൂൺ കിമ്മിനെ കൊണ്ട് പറയിപ്പിച്ചതും. ദൈവം സഹായിക്കട്ടെ. ദൈവത്തിന് സ്തുതി.